ഹലോ, ഇന്ന് നമുക്ക് തലശ്ശേരി സ്പെഷ്യൽ കോഴിക്കാലിൻ്റെ റെസിപ്പി നോക്കാം. കിഴങ്ങ് അല്ലെങ്കിൽ കൊള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് തിളപ്പിച്ചൊന്ന് ഊറ്റി എടുത്തതാണിത്. കൂടുതൽ വേവേണ്ട ആവശ്യമില്ല, ഒന്നും തിളച്ചാൽ മതി. ഒരു 5 മിനിറ്റ് ടോട്ടൽ മതിയാവും. ഇനി ഇതുപോലെ സ്ലൈസ് ചെയ്ത് നേരിയ കഷ്ണങ്ങളാക്കി മാറ്റുക. നല്ല നേരിയതാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം വേവിക്കുമ്പോൾ കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങൾ തന്നെ ആക്കുക. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കി എടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചതക്കുമ്പോൾ ചേർക്കാം. ഇനി ഇതിലേക്ക് കടലമാവ് ചേർക്കാം. 3 തവി കടലമാവാണ് ചേർത്തത്. ഏകദേശം 1/4 കപ്പ് വരും. 1/4 കപ്പ്, ഏകദേശം 1/4 കപ്പ് റവ, ഏകദേശം 1/4 തവി പുട്ടുപൊടി, പിന്നെ 1 തവി നിറയെ മൈദ. ഇത്രയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ചേർക്കാം. കാശ്മീരി ചില്ലിയാണത്. ഒരു വലിയ ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ചതച്ച മുളക് ചേർക്കണം, 1/4 ടേബിൾ സ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഏകദേശം 1 കിലോ കപ്പക്കുള്ള അളവാണ് പറയുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്തിട്ട് നമ്മൾ എണ്ണയിൽ പൊരിക്കാനുള്ള പരുവത്തിലാക്കി മാറ്റിയെടുക്കണം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ ലൂസാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ടൈറ്റായി കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും ഫ്രൈ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഈ ഒരു ലൂസിൽ തന്നെ വേണം അതിൻ്റെ മാവ്. ഇതുപോലെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം അമർത്തി ചെയ്യരുത്, അപ്പോൾ അത് പൊട്ടിപ്പോവും. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ മാവിൽ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നല്ലത്. ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ അത് ഉണ്ടാക്കി മാറ്റി വെക്കാം. ഇങ്ങനെ ഒന്ന് അമർത്തി കോഴിക്കാലിൻ്റെ ഒരു ഷേപ്പിലാക്കി നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് പോരാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം എല്ലാം ഈ ഷേപ്പിലാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഷേപ്പ് ആക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് കൈമുക്കി ഷേപ്പാക്കി എടുത്താൽ മതി. ഈ ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇതിനി കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വെജ് കോഴിക്കാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.